കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. നമ്മുടെ അരുമവണവാളനായ കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു ഭവനമാണ് മാർത്തയുടെയും മറിയയുടെയും കുടുംബം. നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ആ കുടുംബത്തെ പറ്റിയുള്ള വിശദീകരണങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ലാസറിൻ്റെ സഹോദരിമാരെ നമുക്ക് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അവരനുഭവിക്കുന്ന വലിയൊരു പരിശോധനയുടെ കാലഘട്ടം നമുക്ക് കാണാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അവരുടെ ജീവിതത്തിൽ പരിശോധനകൾക്കപ്പുറം കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, അത് നന്ദി സൂചകമായി അവർ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ശ്രേഷ്ഠകരമായ അനുഭവം നമുക്ക് കാണാം. ഒന്നാം ഭാഗത്ത് അവർ യേശുവിനെ കൈക്കൊള്ളുന്നു. രണ്ടാമത്തെ കാലത്ത് അവരുടെ പരിശോധനയുടെ കാലഘട്ടം. മൂന്നാമത് അവർ ദൈവത്തിന് ഏറെ നന്ദി അർപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 3 ഭാഗമായിട്ട് നമുക്ക് ഈ കുടുംബത്തെ തിരിക്കാൻ കഴിയും. എന്നാൽ ഇവിടെ ഒരു പദം പറയുന്നു, വാർത്തയെപ്പറ്റി കർത്താവ് പറഞ്ഞ മനം കലങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സ് കലങ്ങരുത്, നമ്മുടെ മനസ്സ് ഉറച്ചിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് 1 പത്രോസ് 1:13 പറയുന്നു, മനസ്സ് ഉറച്ചിരിക്കട്ടെ. പലപ്പോഴും നമ്മുടെ മനസ്സ് ഉറയ്ക്കാതെ വണ്ണം കാരണം കൂടാതെ പല പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാം. നമ്മുടെ മനസ്സ് കലങ്ങുന്ന അനുഭവം വരാം, മനസ്സിടിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ ജോലിയായിരിക്കാം, നമ്മുടെ വീടിനെക്കുറിച്ചുള്ള ആകുലതകളായിരിക്കാം, നമ്മുടെ ബിസിനസ്സായിരിക്കാം, നമ്മുടെ ഫാമിലി ലൈഫായി എന്തുമാകട്ടെ, പലതും നമ്മുടെ ജീവിതത്തിന് നേരെ കയറി വരുമ്പോൾ നമ്മുടെ മനസ്സിടിയാറുണ്ട്, മനസ്സ് കലങ്ങാറുണ്ട്. ഇവിടെ യേശു കർത്താവ് മാർത്തയെ നോക്കി പറയുന്നു, സ്തോത്രം, മനം കലങ്ങിയിരിക്കുന്നു. മനം കലങ്ങുക. പ്രിയപ്പെട്ടവരെ, മനം കലങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് തന്നെ സ്വയം തോന്നും. മനസ്സ് കലങ്ങിയാൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ ഏകാന്തതയ്ക്കകത്താണ് എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് സ്വയം തോന്നും. നമുക്ക് തന്നെ സ്വയം നാം വിലയിരുത്തും. ആമേൻ. മനസ്സ് കലങ്ങുമ്പോൾ നമ്മൾ പറയും, നമ്മൾ ഒറ്റപ്പെട്ടു പോയി, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നൊക്കെയുള്ള മനോഭാവങ്ങൾ, ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വരും. നമ്മൾ പലപ്പോഴും ദൈവത്തെ പോലും ചോദ്യം ചെയ്യും. നമ്മൾ ദൈവത്തെ പലപ്പോഴും നമ്മൾ കുറ്റം പറയും. എപ്പോഴാണെന്നറിയാമോ? മനസ്സ് കലങ്ങുമ്പോൾ. ഞാൻ പ്രാർത്ഥിച്ചിട്ടും, ഞാൻ കരഞ്ഞിട്ടും, ഞാൻ ഉപവസിച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ലല്ലോ എന്ന് പറയത്തക്കവണ്ണം മനസ്സ് പലപ്പോഴും കലങ്ങാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പകൽ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ മനസ്സിനെ കലക്കുന്ന വിഷയങ്ങൾ, മനം കലങ്ങുന്ന നിലവാരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതയാത്രയ്ക്കകത്ത് നമ്മുടെ ജീവിതത്തിനെ കടന്നു വരാം. മനം കലങ്ങിയാൽ നാം പറയും, എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ ഏകാന്തതയ്ക്കകത്താണ് എന്നൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചിന്ത വരും. പ്രിയപ്പെട്ടവരെ, മനസ്സ് കലങ്ങരുത്. സാഹചര്യങ്ങൾ നമുക്കെതിരാകട്ടെ, പക്ഷെ നിങ്ങളുടെ മനസ്സ് കലങ്ങരുത്. നിങ്ങളുടെ മനം കലങ്ങിയാൽ നമ്മൾ എല്ലാത്തോടും വിരക്തി തോന്നും. ആരാധനയോട്, പ്രാർത്ഥനയോട്, ദൈവപ്രവൃത്തികളോട്, ദൈവിക വിടുതലുകളോട്. അതുകൊണ്ട് മനം കലക്കുന്ന വാക്കുകളും മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന പ്രവൃത്തികളൊക്കെ നിങ്ങൾക്ക് നേരെ വരുമ്പോൾ അതൊക്കെ സാത്താൻ്റെ പദ്ധതി നിങ്ങളെ പുറകോട്ട് വലിക്കാനാണ്. പക്ഷേ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ പ്രഭാതി പറയട്ടെ, മനം കലങ്ങുന്ന അനുഭവം ഉണ്ടാകരുത്. ദൈവത്തോട് കൂടുതൽ ആശ്രയിക്കുക, കർത്താവിൻ്റെ സന്നിധി ഇരിക്കുക. സഹായിക്കുവാൻ ആരുമില്ലെന്നൊക്കെ തോന്നും, പക്ഷേ കർത്താവ് നിങ്ങളെ കൈവിട്ടിട്ടില്ല, കർത്താവ് നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വഴികൾ, നിങ്ങളുടെ മനസ്സ് കലങ്ങുന്ന വിഷയത്തിൻ്റെ നടുവിൽ, മനം കലങ്ങുന്ന വിഷയത്തിൻ്റെ നടുവിൽ, കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്താകാം, വീടിൻ്റെ ആവശ്യം ഓർത്തായിരിക്കാം, ഏതുമാകട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ശാരീരിക ക്ലേശങ്ങളാകട്ടെ, മനസ്സ് കലങ്ങലിൽ കർത്താവിൽ ഉറച്ചു നിൽക്കുക, കർത്താവിൽ ഉറച്ചു നിൽക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ഈ പകൽ ചെയ്യും. God bless you.